കൊടൈക്കനാലോട്ടുള്ള നമ്മുടെ നടത്തം തുടരുന്നു. ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇതിന്റെ പേരാണ് ലൈക്കൻസ്. അതായത് ആൽഗയും ഫംഗസും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി പാർട്ട്ണർഷിപ്പാണ് സംഭവം. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡാണ് പാറൊക്കെ പൊട്ടി മണ്ണാവാൻ സഹായിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയും ഇവർക്കുണ്ട്. നല്ല എയർ ക്വാളിറ്റി ഉള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഇവരുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു എൻവയറോണൽ ഇൻഡിക്കേറ്ററും കൂടിയാണ് ഇവ ട്ടോ. സിംബയോട്ടിക് റിലേഷൻഷിപ്പിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ട്ടോ ലൈക്കൻസ്. ആദ്യ ദിവസം 8 കിലോമീറ്ററും രണ്ടാം ദിവസം 6 കിലോമീറ്ററും അങ്ങനെ മൊത്തം 14 കിലോമീറ്റർ 2 ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന ട്രെക്കാണ് ട്ടോ ഇത്. ട്രെക്ക് തമിഴ്നാട് വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് 3000 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഈ 3000 രൂപക്ക് ഭക്ഷണവും താമസവും എല്ലാം അറേഞ്ച്ഡ് ആണ് ട്ടോ. കുത്തനുള്ള കയറ്റായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് കയറാൻ പ്രയാസപ്പെട്ടിട്ടു. നമ്മുടെ കൂടെയുള്ള കുറച്ച് കോഴിക്കോട് നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു. അവർ കുറച്ച് മാങ്ങ തന്നു. സത്യം പറഞ്ഞാൽ ആ പവറിലാണ് ട്ടോ ഞാൻ പിന്നീട് അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ശരിക്കും തളർന്നു പോയേനെ. നല്ല വെയിലും ഉണ്ടായിരുന്നു. മഴയൊന്നും പെയ്തുമില്ല. അപ്പം അതിൻ്റെ എല്ലാ സ്ട്രഗിളും ഉണ്ടായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിൻ്റെ ഒരു പോയിന്റ് എവിടെയില്ല. ഏകദേശം നമ്മൾ കുറേ ദൂരം അതായത് നമ്മൾ 10 മണിക്ക് തുടങ്ങിയ ട്രെക്കിൻ്റെ 1:30 മണിയായപ്പോഴാണ് നമുക്ക് ഫസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു പോയിന്റ് കിട്ടിയത്. നമ്മൾ 2, 3 ബോട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തീർന്നു പോയി ട്ടോ. അപ്പം വെള്ളത്തിൻ്റെ ഒരു പോയിന്റ് ഇല്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഈ ട്രെക്കിൽ ചലഞ്ചിങ് ആയി തോന്നിയ ഒരു ഫാക്ടർ. പോകുന്ന വഴിയിൽ കാപ്പി കൃഷിയും ഏലവും അതുപോലെ തന്നെ വാഴയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രാമം എത്താറായതിന്റെ ലക്ഷണങ്ങളാണ് കേട്ടോ അത്. ലാസ്റ്റത്തെ കുറച്ച് ദൂരം ശരിക്കും ഒരു സമ്മിറ്റ് ചെയ്യുന്ന പോലെ നല്ല കയറ്റായിരുന്നു കേട്ടോ. നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് 400 വർഷത്തോളം പഴക്കമുള്ള ചെരുപ്പിടാത്ത ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന മനോഹരമായിട്ടുള്ള വെള്ളഗവി എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ടാണ്. ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.